അൻസറേ, മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് നാളെയാണ്. 2047 വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായിട്ടുള്ള ശക്തമായ അടിത്തറ ഇടുന്ന ബഡ്ജറ്റായിരിക്കും നാളത്തേതെന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത്. അതായത് അപ്പോൾ 2047 വരെ BJP ഭരണത്തിലിരിക്കുമെന്നാണോ? അത്തരത്തിലൊരു ആഗ്രഹം മോദി മുമ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല അദ്ദേഹം ഈ ഒരു അഭിപ്രായം പറയുന്നത്. 400 പാർ എന്ന മോദിയുടെ മുദ്രാവാക്യം ഉണ്ടല്ലോ, പരാജയപ്പെട്ട ഒരു മുദ്രാവാക്യം. അതിനോടൊപ്പം ചേർത്ത് അദ്ദേഹം പറയുന്ന ഒരു മുദ്രാവാക്യമാണ് 2047 ഇന്ത്യ വികസിത രാജ്യമാവും, വികസിത് ഭാരത്. അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം 100 വർഷം പൂർത്തിയാക്കുകയും ചെയ്യും. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം ആകുമ്പോൾ നമ്മുടെ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റണം. അതായത് അമേരിക്ക പോലെ ഒരു വികസിത രാജ്യമാക്കി മാറ്റണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ആ ആഗ്രഹം നടപ്പിലാക്കണമെങ്കിൽ ഒരുപക്ഷെ ഈ സർക്കാരിന്റെ തുടർച്ച വേണ്ടി വരും. അപ്പോൾ സാർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ BJP സർക്കാരിന്റെ തുടർച്ചയും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വശം. മറുവശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ്. കാരണം 2047 രാജ്യം വികസിക്കണമെങ്കിൽ, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം ലോകം ശ്രദ്ധിക്കുന്ന രീതിയിൽ വരണമെങ്കിൽ നിങ്ങളും കൂടി ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന ഒരു സന്ദേശം കൂടി അതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികം ഭാരതീയരെ സംബന്ധിച്ചിട്ട് എല്ലാവരും വികസിക്കാനായിരിക്കുമല്ലോ സ്വാഭാവികം ആഗ്രഹിക്കുക. കഴിഞ്ഞ 10 വർഷം കൊണ്ടുള്ള സാമ്പത്തിക നയങ്ങൾ ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 8%, കഴിഞ്ഞ 10 വർഷം 8% വളർച്ചാ നിരക്ക് നിലനിർത്താൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് വസ്തുത നോക്കി കഴിഞ്ഞാൽ ശരിയും കൂടെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു 2047 എന്ന് പറയുന്നത് BJPയുടെ തുടർച്ചയായ സർക്കാരുകളെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഈ 400 സീറ്റുകളിലെന്ന് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നത് 400 പോയിട്ട് പിന്നെ നമ്മൾ കണ്ടതാണ്, അതിൻ്റെ 7 എത്താൻ കഴിഞ്ഞില്ല. അതെ, ഒറ്റയ്ക്ക് പോലും ഭൂരിപക്ഷം കിട്ടിയില്ല. ആ സാഹചര്യത്തിൽ വീണ്ടും അത് ഇത്തരത്തിലൊരു വൈൽഡ് ഡ്രീം എന്ന് നാളെ ആൾക്കാർ പ്രതിപക്ഷം കളിയാക്കാനുള്ളൊരു ഇടം കൂടിയാകില്ലേ? വികസിത ഭാരതം എന്ന് പറയുന്ന സ്വപ്നം എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ഈ മോദിയുടെ ആ സ്വപ്നത്തിലേക്കുള്ള പ്രയാണത്തെ ജനങ്ങൾ ഒരു പിടി പിന്നോട്ട് വലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീണ്ടും അദ്ദേഹം അത് തന്നെ ആവർത്തിച്ചുകൊണ്ട് വരുന്നതിലുള്ള ഒരു വിരോധാഭാസമാണ് ഞാൻ ആ ചൂണ്ടിക്കാണിച്ചത്. അല്ല സാർ, അതിൽ വേറൊരു വിഷയം കൂടിയുണ്ട്. കാര്യം, ഒരു പരാജയത്തിൽ തളരുന്നവനല്ല നരേന്ദ്രമോദി. പുള്ളിയുടെ രാഷ്ട്രീയ ജീവിതം നമ്മൾ പിന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അത് ഒരു നിശ്ചിതമായ ഒരു വഴിയിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് രാഷ്ട്രീയമായാലും ശരി, പിന്നെ സർക്കാരായാലും ശരി. നമ്മൾ ഗുജറാത്തിൽ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഈ ബഹളങ്ങളൊന്നും അദ്ദേഹത്തെ സ്വാധീനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പുള്ളിയുടെ ലക്ഷ്യം എപ്പോഴും പറയുന്നത് വെച്ചാൽ 140 കോടി ജനങ്ങൾ എന്നാണ് പറയുന്നത്. എന്ത് പറഞ്ഞാലും അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത് 140 കോടി ജനങ്ങളെ കണ്ടുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വികസിത രാജ്യമാക്കി ഭാരതത്തെ മാറ്റും എന്നുള്ള അദ്ദേഹത്തിന്റെ മുദ്രാവാക്യത്തെ ഒരു പക്ഷേ പ്രതിപക്ഷം കളിയാക്കുകയാണ് എങ്കിൽ അവരൊറ്റപ്പെട്ടു പോകും. കാര്യം, ആരാണ് വികസനം ആഗ്രഹിക്കാത്തത്? രാജ്യത്തെ ഞാൻ ഡെവലപ്ഡ് കൺട്രിയാക്കി മാറ്റും എന്ന് പറയുമ്പോൾ വേണ്ട, നമ്മളിങ്ങനെ ദരിദ്ര രാഷ്ട്രമായിട്ട് കടന്നാൽ മതി, പാമ്പാട്ടികളുടെ രാജ്യമായിട്ട് കടന്നാൽ മതി എന്ന് പ്രതിപക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും ജനങ്ങളുടെ മുന്നിൽ പരിഹാസകഥാപാത്രമാവുന്നത്? അതവിടെ നിൽക്കട്ടെ, നമുക്ക് ബജറ്റിലേക്ക് തന്നെ വരാം. അപ്പോൾ നാളത്തെ ബജറ്റ് ഈ കഴിഞ്ഞ 2 സർക്കാരുകൾ അവതരിപ്പിച്ച ബജറ്റിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. കുറച്ചൊക്കെ എന്നുള്ളതല്ല, വലിയ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബജറ്റിന്റെ ഉള്ളടക്കത്തിലല്ല ഞാൻ ഈ പറയുന്നത്. ഒരുപാട് പേരെ തൃപ്തിപ്പെടുത്തേണ്ടതായി വരുന്നു. ഇപ്പോൾ ഭൂരിപക്ഷം ഇല്ലാത്തൊരു സർക്കാരിന്റെ ബജറ്റാണ് അത്. ഇപ്പം ഇതിനോടൊപ്പം തന്നെ പതിവില്ലാത്ത വിധം BJPക്കുള്ളിലും സഖ്യകക്ഷികളിലും ഒക്കെ ചില അഭിപ്രായങ്ങൾ പൊന്തി വന്നിട്ടുണ്ട്. മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള ചില അഭിപ്രായങ്ങൾ. വലിയ തോതിൽ ധനം ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് ഒരുപക്ഷെ TDP JDU ഒക്കെ മാറി പോയിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി വെച്ചുകൊണ്ട് കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും. അപ്പോൾ ആരെയൊക്കെ തൃപ്തിപ്പെടുത്തേണ്ടി വരും? തൃപ്തിപ്പെടുത്താൻ ഉള്ളവരുടെ എണ്ണം കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ബജറ്റിൽ എന്തൊക്കെയാകാം? ബജറ്റിന് രാഷ്ട്രീയമുണ്ട്, എല്ലാ ബജറ്റിനും രാഷ്ട്രീയമുണ്ട്. മോദിയുടെ ബജറ്റിനുണ്ട് രാഷ്ട്രീയം. മോദിയുടെ ബജറ്റ് രാഷ്ട്രീയ വികസനം മാത്രമാണ്.
ഈ കഴിഞ്ഞ 10 വർഷത്തെ നമ്മൾ ബജറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സംസ്ഥാനത്തെയോ ഏതെങ്കിലും കക്ഷികളെയോ ഇവൻ BJP MP-മാരെ പോലും അവരുടെ വ്യക്തിപര ആവശ്യങ്ങൾ തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമും കഴിഞ്ഞ 10 വർഷത്തെ ബജറ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നമുക്ക് കാണാൻ. അപ്പൊ ഗ്രോത്ത് ഓറിയന്റഡ് ആണ് അല്ലെങ്കിൽ വികസനോന്മുഖമാണ് മോദിയുടെ ബജറ്റുകൾ, കഴിഞ്ഞ ബജറ്റിലെല്ലാം തന്നെ. അതിൽ നിന്ന് അദ്ദേഹം പിന്നോക്കം പോകുന്ന വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതായത് ഈ JDU TDP മുതലായവരുടെ ഒരു സമ്മർദ്ദം എന്ന് പറയുന്നത്. പക്ഷെ ആ സമ്മർദ്ദം ഇതുവരെ നമ്മൾ ചിത്രത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ സ്പെക്കുലേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. ഓരോ മാധ്യമപ്രവർത്തകരും പറയുന്നു അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നു. ഇന്നലെ സർവകക്ഷി യോഗം നടന്നു. NDAയുടെ കക്ഷികളും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ മുഴുവൻ കക്ഷികളുടെയും യോഗം നടന്നു. ആ യോഗത്തിൽ JDU TDP എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ചതായിട്ട് വാർത്തകൾ വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും അവിടെ ആയിരിക്കണമല്ലോ, നിർദ്ദേശം വരെയുണ്ട്. ചിലപ്പോൾ അവർ രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ മാധ്യമങ്ങൾ വരുന്നുണ്ട്. മാധ്യമങ്ങൾ വരുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുടെ സ്പെക്കുലേഷൻസ് ആണ്. കാരണം UPA 1 ഉം 2 ഭരിച്ചിരുന്ന സമയത്ത് ഘടകകക്ഷികളായിരുന്നു ബജറ്റിനെ കൺട്രോൾ ചെയ്തിരുന്നത്. അല്ല, അതൊരു ഒരു എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുന്നതിൻ്റെ ഒരു തന്ത്രം കൂടിയായിരിക്കാം. കാരണം നിങ്ങൾ കമ്മിറ്റികൾക്കകത്തൊന്നും പറയാതിരിക്കുകയും എന്നാൽ മാധ്യമങ്ങളിൽ കൂടി പറഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഭരണകക്ഷിയിൽ ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാവം കൂടി ആയിക്കൂടെ? അല്ല, അങ്ങനെ മാധ്യമങ്ങളിൽ പറയാൻ എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അല്ല, മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ല, റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത്. അത് അവരുടെ ഒരു മാധ്യമങ്ങളുടെ ഒരു സ്പെക്കുലേഷൻസ് ആണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കാം, ഇത്തരത്തിലുള്ള അവർ ആവശ്യപ്പെട്ടേക്കാം എന്ന് പറയുന്നു. പക്ഷേ ഇതിന്റെ ഒന്നും തുറന്നുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ തുറന്നു പറച്ചിൽ എവിടെയും കേട്ടിട്ടില്ല. ചിലപ്പോൾ രഹസ്യമായിട്ട് നടന്നിട്ടുണ്ടാവാം. എന്നിരുന്നാൽ പോലും ഈ 2 സംസ്ഥാനങ്ങളും ഏറ്റവും കൂടുതൽ ബജറ്റിൽ ആവശ്യപ്പെടാൻ സാധ്യതയുള്ളത് പ്രത്യേക പാക്കേജ് ആയിരിക്കാം. ഇപ്പൊ ആന്ധ്രയ്ക്ക് അതിന്റെ ആവശ്യമുണ്ട്. കാരണം ആന്ധ്രയെ സംബന്ധിച്ചിട്ട് സംസ്ഥാനം മാറ്റുന്ന അമരാവതിയായിട്ട് ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങൾ ഉണ്ട്. നേരത്തെ നമ്മുടെ കിരൺ റെഡ്ഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാമ്പത്തിക പരാധീനതകൾ ആ സംസ്ഥാനത്തിന് അനുഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു സാമ്പത്തിക പാക്കേജ് ആന്ധ്ര ആവശ്യപ്പെട്ടേക്കും. അങ്ങനെ ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ സർക്കാർ കൊടുക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. മറുഭാഗത്ത് JDU അങ്ങനെ ഒരു പാക്കേജിന്റെ ആവശ്യം നിലവിൽ ബീഹാറിന് സംഭവിച്ചില്ല. ബീഹാർ റവന്യൂവിലും മറ്റു കാര്യങ്ങളിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ അവർ ചിലപ്പോൾ ചില രാഷ്ട്രീയ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചുകൂടാകുകയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ബജറ്റിൽ വിശ്വസിക്കുകയും അത് പ്രാവർത്തിയാക്കാൻ ശ്രമിക്കുന്ന ധനകാര്യമന്ത്രിയും നരേന്ദ്രമോദിയും ഇത്തരം പ്രഷറുകൾക്ക് വശംവദനാവും എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ജനപ്രിയ ബഡ്ജറ്റ് ആയിരിക്കുമെന്ന് നിർമ്മലാ സീതാരാമൻ ഊന്നുകൂലി പറയും. അങ്ങനെ ആകട്ടെ. അപ്പോൾ അത് ഇപ്പോ കേരളത്തിൽ സ്ഥിതി മാറിക്കഴിഞ്ഞു. ഒരു എങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നുണ്ട്. ഇപ്പൊ വന്ദേ ഭാരത് ആയാലും ശരി, എയിംസ് ആയാലും ശരി, തുറമുഖ വിഴിഞ്ഞത്തിന്റെ വികസനമായാലും ശരി, തുറ പ്രവർത്തനങ്ങൾക്കുള്ള പൈസ പിന്നെ കേന്ദ്ര വിഹിതം ശരിക്ക് കിട്ടിയിട്ടില്ല. അത് സംസ്ഥാനം കൊടുത്തതിനെ തിരിച്ചു ചോദിക്കുന്ന ഒരവസ്ഥ. ഇതെല്ലാം കൂടി ചേർന്ന് കേരളത്തിനൊരു എന്തെങ്കിലുമൊക്കെ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? അത്തരം പ്രതീക്ഷകൾക്കും സ്ഥാനമൊന്നുമില്ല. കാര്യം അത് മുൻ ബജറ്റുകൾ നമ്മൾ വിലയിരുത്തി വേണം പരിശോധിക്കാൻ. ഇന്ന സംസ്ഥാനത്തിന് ഇത്ര മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നൊരു വിഹിതം ഉണ്ടായിരുന്നു, കേരളത്തിന് ഇത്ര, പഞ്ചാബിന് ഇത്ര. അത് ആ സംവിധാനം നിർത്തലാക്കിയത് മോദി വന്നതിന് ശേഷമാണ്. സംസ്ഥാന വിഹിതം എന്നൊരു സംവിധാനമില്ല. സാധാരണ റവന്യൂവിന്റെ വിഹിതം കൃത്യമായിട്ട് കൊടുക്കും. പിന്നെ അഡീഷണൽ ആയിട്ട് ഏതെങ്കിലും സംസ്ഥാനം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ സഹായം എന്ന രീതിയിൽ സാധനം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മോദി എപ്പോഴും ബജറ്റ് ഒരു ഹോളിസ്റ്റിക് ആയിട്ടാണ് കാണുന്നത്. അത് ഇന്ത്യയിലെ മൊത്തം ജനങ്ങളെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ്, അത് എല്ലാ സംസ്ഥാനങ്ങളെയും കണ്ടുകൊണ്ടാണ് മോദി ഇതുവരെ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെയായിരിക്കും. പക്ഷേ സാറ് പറഞ്ഞ 1-2 വിഷയങ്ങളുണ്ട്. കേരളത്തിനും ഗുണകരമാവുന്ന ചില കാരണങ്ങൾ ചിലപ്പോൾ ബജറ്റ് വന്നേക്കാം. പ്രത്യേക സാഹചര്യത്തിലാണ് ആ ചോദ്യം. അതെ, ഉദാഹരണത്തിന് ഈ മൂന്നാം സർക്കാർ വന്നതിന് ശേഷം നരേന്ദ്രമോദിയുടെ പാർലമെന്റിലെ പ്രസംഗവും അതിനു മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലൊക്കെ ഊന്നി പറഞ്ഞൊരു സംഭവമാണ് മിഡിൽ ക്ലാസ്സുകളെ കുറിച്ച്. രാജ്യത്തെ മധ്യവർഗത്തിൽപ്പെട്ട ജനങ്ങളാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട റവന്യൂ സോഴ്സ്. കാര്യം പ്രധാന നികുതിദായകർ എന്ന് പറഞ്ഞ അവരാണ്. അത് സത്യസന്ധമായി അവരത് നിർവഹിക്കുന്നുണ്ട്. അപ്പൊ അവരെ പ്രത്യേകമായി പരിഗണിക്കേണ്ടി വരും എന്ന് അദ്ദേഹം പല ആവർത്തി സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആ മേഖലയിൽ ചിലപ്പോൾ ചില ഇളവുകൾ, ഉദാഹരണത്തിന് ഈ നമ്മുടെ ഇൻകം ടാക്സിലേക്കുള്ള ആദായ നികുതിയിലേക്കുള്ള പരിധി ഉയർത്തുകയോ അല്ലെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനിൽ ഇപ്പൊ 50,000 ആണ്, ചിലപ്പോൾ 1,00,000 കൂട്ടി കൊടുക്കുന്ന സംവിധാനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അതിലുണ്ടാവാം. അതായത് ഈ മധ്യവർഗത്തിൽപ്പെട്ട
അതായത് എംപ്ലോയിഡ് ക്ലാസ് നമ്മൾ പറയുന്നത്, അതെ. അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കുറെ സംവിധാനങ്ങളിൽ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് പിന്നെ കേരളത്തിന് ഗുണം ചെയ്യും. അപ്പൊ ഇങ്ങനെയായിരിക്കും ബജറ്റ് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് എടുക്കുക. അല്ല സംസ്ഥാനം പിന്നെ ഈ ട്രെയിനിന്റെ കേസ് സാർ പറഞ്ഞല്ലോ, അത് കേരളത്തിന് മാത്രമായിരിക്കും, എല്ലാ സംസ്ഥാനവും കിട്ടും. വന്ദേ ഭാരത് സ്ലീപ്പർ, വന്ദേ ഭാരത് മെട്രോ, അതിന്റെ ഒക്കെ വർക്കുകളൊക്കെയാണ്, അതിന്റെ കമ്പാർട്ട്മെന്റ് ഒക്കെ പണി പൂർത്തിയായി കഴിയും. അത് റോൾ ഔട്ട് ചെയ്യാനുള്ള താമസം മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് കേരളത്തിന് ലഭിക്കും. കാരണം കേരളം വന്ദേ ഭാരത് തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ റവന്യൂ വന്ദേ ഭാരത് കിട്ടിയുള്ള കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രഷറും ഇല്ലാതെ തന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് ട്രെയിനുകൾ കേരളത്തിൽ ലഭിച്ചേക്കും. അതായത് ഇപ്പോൾ ഈ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്ന പോലെ സർവ്വ മേഖലകളെയും തൊട്ടുകൊണ്ടുള്ള ഒരു സർവ്വതോന്മുഖമായ വികസനം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ബഡ്ജറ്റ് തന്നെയായിരിക്കും. മുൻകാല ബഡ്ജറ്റിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും ഇത്തവണ വരാനില്ല. പക്ഷേ ഭൂരിപക്ഷം കുറഞ്ഞതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും അതിനകത്ത് വരാനില്ല എന്നാണ് സാർ അഭിപ്രായം. തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ഒരു സമീപനമല്ല ഈ സർക്കാർ സ്വീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടക്കം മുതൽ കാണാൻ കഴിയുമായിരുന്നു. കാരണം നമുക്കറിയാം, ഈ മന്ത്രിസഭ രൂപീകരിച്ചത് മുതൽ BJP പറയുന്നത് നടന്നിട്ടുള്ളൂ. പ്രധാനപ്പെട്ട മന്ത്രിമാരാരും മാറിയിട്ടില്ല, സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടില്ല. എല്ലാവരും അങ്ങനെ തന്നെ തുടരുന്നു. ഏതെങ്കിലും തരം സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങിയതായിട്ടുള്ള ഒരു സൂചനയും നമുക്ക് എവിടെയും ഇല്ല, കാണുന്നുമില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, അതായത് ആരാണോ സമ്മർദ്ദം ചെയ്യാൻ ശ്രമിക്കുന്നത് അവരെ ബോധ്യപ്പെടുത്തി ചിലപ്പോൾ ഇവരുടെ വഴിയിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് പൂർണ്ണമായിട്ടും. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ സാധാരണഗതിയിലുള്ള കഴിഞ്ഞ രണ്ട് കാലഘട്ടങ്ങളിലെ 10 വർഷങ്ങളിലെ സർക്കാർ അവതരിപ്പിച്ച അതേ ബജറ്റ്, അതേ ജനപ്രിയത ആയിരിക്കും ഇതിലും. പ്രധാനപ്പെട്ട കേസുകൾക്ക് സാധ്യതയുണ്ട്. കാരണം രാഷ്ട്രപതി നയപ്രഖ്യാപനത്തിൽ സൂചിപ്പിച്ച 70 വയസ്സിന് മേലുള്ളവരുടെ ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത്, അത് വലിയൊരു ഇമ്പാക്ട് BJP അനുകൂലമായിട്ട് സാധനം ഉണ്ടാക്കും. അതിപ്പോ ഈ ബജറ്റിനോടൊപ്പം തന്നെ അത് പിന്നെ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായിരിക്കും ഇതിലെ ഈ ബജറ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മാത്രമല്ല ഈ പിന്നെ ജനപ്രിയതയ്ക്ക് എന്തായാലും കോട്ടം തട്ടിയെന്നുള്ള ഫലമാണ് നമുക്ക് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ കാട്ടിത്തരുന്നത്. അപ്പൊ അതിനെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ ഒക്കെ കൂടിയുള്ളൊരു ബജറ്റ് ആകില്ല എന്നുള്ളതാണ്. ഉറപ്പായിട്ടും തൊഴിലുറപ്പ് കൂലി കൂട്ടാനുള്ള സാധ്യത ഒരു മറുവശത്ത് നമുക്ക് ഈ ബജറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം സാധാരണക്കാരെ പിന്നെ അവരുടെ ഇൻകം കൂട്ടുക, മോദി എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്, ഞാൻ സൗജന്യങ്ങൾ കൊടുക്കുന്നതിന് ഞാൻ എതിരാണ്. ഇപ്പൊ കർണാടകയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കർണാടകയിലും പിന്നെ അപ്പുറത്ത് തെലങ്കാനയിലും ഒക്കെ സൗജന്യം കൊടുത്തിട്ട് ആ സൗജന്യത്തിന്റെ ഭാരം മറ്റുള്ള ആളുകളിലേക്ക് വെക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്യുന്നത് ഒരു ബാധ്യതയാണ്. അപ്പൊ മോദി അതിനെതിരാണ്. അദ്ദേഹം പറയുന്നത് ജനങ്ങളുടെ കയ്യിൽ പൈസ എത്തിക്കുക, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലി. അപ്പൊ അവരെ പൈസ എത്തണമെങ്കിൽ അവർക്ക് തൊഴിലുണ്ടാവണം. അപ്പൊ അവർക്ക് സ്കില്ല് കൊടുക്കുക. അതിനുവേണ്ടി ഒരുപാട് സ്കില്ലിന്റെ അന്ന് കുറെ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രാമങ്ങളിലെ സ്ത്രീകളെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ലഖ്പതി ദീദി എന്നുള്ള പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പിന്നെ മുദ്ര യോജന എന്ന് പറഞ്ഞിട്ട് ലോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള പിന്നെ സ്കീമുകളുണ്ട്. ആ സ്കീമുകളൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. അതിനെല്ലാം കുറച്ച് കൂടുതൽ പിന്നെ ആകർഷമാക്കുന്ന രീതിയിൽ മാറ്റി ജനങ്ങളിൽ കാശെത്തിക്കുക. എന്നാൽ മാത്രമേ രാജ്യം വികസിക്കത്തുള്ളൂ. എല്ലാവരുടെയും പണം ഉണ്ടാവണം, എല്ലാവർക്കും ഈ ചെലവഴിക്കാനുള്ള ശക്തി ഉണ്ടാവണം. അപ്പോഴാണ് ഒരു രാജ്യം വികസനത്തിലേക്ക് കുതിക്കുന്നത്. എന്തായാലും പിന്നെ വലിയ മണിക്കൂറുകൾ അവശേഷിക്കുന്നില്ല. നമുക്ക് നാളെ വിശദമായ ചർച്ചകളിലേക്ക് കടക്കാം.